എന്താ ഹായ്, നിങ്ങൾ ഈ ബ്രാൻഡ് വാല്യൂ, ബ്രാൻഡ് നെയിം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയൊരു ടൈമാണ്. കുറച്ച് ദിവസം മുന്നേ ഒരു ബ്രാൻഡ് ഒരു സേഫ്റ്റി പിന്ന് ലോഞ്ച് ചെയ്തു. ആ ഒരു സേഫ്റ്റി പിന്ന് ബാക്കി എല്ലാ സേഫ്റ്റി പിന്നും പോലെയൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിന് ഭയങ്കര റേറ്റ് ആണ്. 69,000 ഒരു സേഫ്റ്റി പിന്നിന്റെ റേസ്. എന്ന് വിചാരിച്ചിട്ട് ആ സേഫ്റ്റി പിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് പോയിട്ട് കുത്തി നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ, സാർ നിങ്ങളുടെ ബട്ടൺ പൊട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ പോയി കുത്തി നിൽക്കട്ടെ എന്നൊന്നും ചോദിക്കൊന്നുമില്ല. അതിന് ഇത്ര റേറ്റ് വരാനുള്ള കാരണം അതിന്റെ ബ്രാൻഡ് വാല്യൂ ആണ്. ആ കമ്പനി ലോഞ്ച് ചെയ്തുകൊണ്ടാണ് അതിന് ഇത്രയും ഒരു റേറ്റ് വരുന്നത്. പിന്നെ ആ ഒരു സാധനം ഈ റേറ്റ് കൊടുത്ത് വാങ്ങാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു വാച്ചിന്റെ ബ്രാൻഡാണ് റോളക്സ്. അത് എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ല. ഈവൻ ഒരുപാട് പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾക്കും മേടിക്കാൻ പറ്റില്ല. അത് മേടിക്കണം എന്നുണ്ടെങ്കിൽ റോളക്സിന് തോന്നണം ആ ഒരു കസ്റ്റമർ ഈ ഒരു വാച്ച് കെട്ടി നടക്കാൻ വേർത്തിയാണ് എന്നുള്ളത്. അങ്ങനെ തോന്നിയാൽ മാത്രമേ റോളക്സ് അങ്ങനെ ഒരു വാച്ച് അവർക്ക് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു നോർമൽ വാച്ച് മേടിക്കുന്ന നേരത്ത് നമ്മൾ അവിടെ ബാർഗെയിൻ ചെയ്യും. പക്ഷേ റോളക്സിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മളത് ബാർഗെയിൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾ വിട്ടു പോയിക്കോ, നിങ്ങൾ ഇതിന് വൃത്തിയല്ല എന്ന് പറയും. ഓക്കെ, അതാണ് ഒരു ബ്രാൻഡിന്റെ വാല്യൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഈവൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജോ ഒരു യൂട്യൂബ് ചാനലോ തുടങ്ങിയിട്ട് അതൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യാനോ കുറച്ച് പൈസ ഉണ്ടാക്കാനോ വേണ്ടി മാത്രം ആവരുത്. പകരം ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അത് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ പുറകെ നടന്നിട്ട് സാർ ഇതൊന്ന് മേടിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഭാവിയിൽ നമ്മളതൊരു ബ്രാൻഡാക്കി മാറ്റുകയാണെങ്കിൽ അതേ കസ്റ്റമർ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും, സാർ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, സ്റ്റോക്ക് ഔട്ട് ആണോ, ആ സ്റ്റോക്കിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്തൊന്ന് പറയുമോ. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ഏതൊരു സാധനവും നമ്മളൊരു ബ്രാൻഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം അത് സ്റ്റാർട്ട് ചെയ്യുന്നത്.